ഞാൻ നിൽക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കും. വികാരാധീനനായി കൊടിക്കുന്നിൽ സുരേഷ്. ദളിത് പ്രോഗ്രസ് കോൺക്ലേവ് പരിപാടിയിൽ വൈകാരിക പ്രസംഗവുമായി കൊടിക്കുന്നിൽ സുരേഷ് എം പി. താൻ നിൽക്കുന്നത് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നും പ്രസംഗിച്ചാൽ പലതും തുറന്നു പറയേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാം സംഘടിപ്പിച്ച ദളിത് പ്രോഗ്രസ് കോൺക്ലേവിലാണ് കൊടിക്കുന്നിൽ സുരേഷ് വൈകാരിക പ്രസംഗം നടത്തിയത്. താൻ നിൽക്കുന്നത് വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. കാരണം തുറന്നു പറഞ്ഞാൽ വിവാദമായേക്കാം, ശത്രുക്കൾ കൂടിയേക്കാം. സംവരണ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിക്കുക എളുപ്പമല്ലായിരുന്നു. പലതരത്തിലുള്ള ആക്രമണം നേരിട്ടെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്ന വേദിയിലാണ് കൊടിക്കുന്നിലിന്റെ പരാമർശം. പലതും തുറന്നു പറഞ്ഞാൽ വിവാദമാകും, അതിനാൽ പ്രസംഗം എഴുതിക്കൊണ്ടാണ് വന്നത്. സംവരണ മണ്ഡലത്തിൽ തുടർച്ചയായി ജയിക്കുക എളുപ്പമല്ലായിരുന്നു. 8 തവണ ജയിക്കാൻ മറ്റാർക്കും സാധിച്ചില്ല. പലതരത്തിലുള്ള ആക്രമണങ്ങൾ നേരിട്ടു. ഞാൻ മാത്രം തോൽക്കുമെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. എനിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കില്ലായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് മത്സരിച്ചത്. ഞാൻ നിന്നില്ലെങ്കിൽ ജയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പാർട്ടി പറഞ്ഞു. എന്നേക്കാൾ കൂടുതൽ കാലം MP ആയി ഇരുന്നവർ ഉണ്ടായിട്ടും എന്നെ മാത്രമാണ് വേട്ടയാടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഒരുപാട് പ്രതിസന്ധികളെ മറികടന്ന് വന്നയാളാണ് കൊടിക്കുന്നിൽ സുരേഷ് എന്നും നേതൃത്വത്തിലെത്തിയതിനു ശേഷം പാർട്ടി വേട്ടയാടിയിട്ടില്ലെന്നും വി.ഡി. സതീശനും പ്രതികരിച്ചു.